നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത നിർമ്മാണം. ചെങ്കള ബേവിഞ്ച നിവാസികളുടെ ആവശ്യങ്ങൾക്കു നേരെ അധികൃതർ കണ്ണടയ്ക്കുന്നതായി പരാതി. നവീകരിച്ച ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് ഉദ്ഘാടനം നടന്നു. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി നടന്ന കേരള NGO സംഘ് 40ാം കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. ബെതിരയിലെ നിയാസിന്റെ മരണം നാടിന്റെ വേദനയായി. ക്രെയിനിന്റെ പിന്നിൽ പിക്കപ്പ് വാൻ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് നിയാസ് മരണപ്പെട്ടത്. മധൂർ ക്ഷേത്രത്തിന്റെ നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശാഭിഷേകവും മൂടപ്പ സേവയും 27 മുതൽ ഏപ്രിൽ 7 വരെ. ഉത്സവത്തിനായി നടത്തിയിരിക്കുന്നത് വിപുലമായ ഒരുക്കങ്ങൾ. AKGCT 67ാം സംസ്ഥാന സമ്മേളനം സമാപിച്ചു. ട്രേഡ് യൂണിയൻ സമ്മേളനം LDF കൺവീനർ TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുമ്പോഴും ചെങ്കള ബേവിഞ്ച നിവാസികളുടെ ആവശ്യങ്ങൾക്കു നേരെ അധികൃതർ കണ്ണടക്കുന്നതായി പരാതി. ജനവാസ കേന്ദ്രങ്ങൾ ഏറെയുള്ള പ്രദേശത്ത് ദേശീയപാതയിലേക്ക് കയറാൻ ആവശ്യമായ സൗകര്യം റോഡ് വികസനത്തിൽ ഒരുക്കാത്തതാണ് പ്രധാന പ്രശ്നം. ബേവിഞ്ചയിൽ നഷ്ടപരിഹാരം അനുവദിക്കാത്ത കുടുംബങ്ങളുടെ വീടിന്റെ മതിൽ പൊളിക്കാനെത്തിയവരെ നാട്ടുകാർ തടഞ്ഞതും തുടർന്ന് വൻ പോലീസ് സന്നാഹമെത്തി ജനപ്രതിനിധികളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തതും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുമ്പോഴും ചെങ്കള ബേവിഞ്ച നിവാസികളുടെ വിവിധ ആവശ്യങ്ങൾക്കു നേരെ അധികൃതർ കണ്ണടയ്ക്കുന്നതായുള്ള പരാതി നിലനിൽക്കുന്നതിനിടയിലാണ് ബേവിഞ്ചയിൽ നഷ്ടപരിഹാരം അനുവദിക്കാത്ത കുടുംബങ്ങളുടെ വീടിന്റെ മതിൽ പൊളിക്കുവാനെത്തിയവരെ നാട്ടുകാർ തടയുകയും തുടർന്ന് വൻ പോലീസ് സന്നാഹമെത്തി ജനപ്രതിനിധികളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സംഭവമുണ്ടായത്. റോഡിന്റെ ഇരുഭാഗങ്ങളിലെ സഹോദരങ്ങളായ MT അഹമ്മദ് അലി, MT ബഷീർ എന്നിവരുടെ വീടിന്റെ മതിൽ പൊളിക്കുവാനായിരുന്നു ശ്രമമുണ്ടായത്. നേരത്തെ റവന്യൂ അധികൃതർ വീടിന്റെ മുൻഭാഗത്തെ പില്ലർ കഴിഞ്ഞ് വാതിൽപ്പടിയിൽ വരെ മാർക്ക് ചെയ്തു പോയിരുന്നു. ഇത് വീടിന്റെ മൊത്തത്തിലുള്ള നിലനിൽപ്പിനെ ബാധിക്കുമെന്നും വീട് പൂർണ്ണമായും എടുത്തുകൊള്ളണമെന്നും ആവശ്യപ്പെട്ട് സഹോദരങ്ങൾ ഹൈക്കോടതിയിലും ദേശീയപാത അധികൃതർക്കും തടസ്സ ഹർജി നൽകിയിരുന്നു. ഹൈക്കോടതിയുടെയും ദേശീയപാത അധികൃതരുടെയും മുന്നിലുള്ള തർക്കം നിലനിൽക്കുമ്പോൾ തന്നെ വ്യത്യസ്ത ദിനങ്ങളിലായി ജില്ലാ കളക്ടർ നടത്തിയ ചർച്ചകളും പൂർണ്ണമാവാതെ നിൽക്കുമ്പോഴും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പൊടുന്നനെ 3 JCBകൾ കൊണ്ടുവന്ന് വീടിൻ്റെ കോമ്പൗണ്ട് തകർക്കുവാൻ ആരംഭിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇരു വീടുകളിലും അസുഖക്കാരെ പുറത്തിറക്കുവാൻ ആവശ്യമായുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണമെന്നും കൃത്യമായി സർവീസ് റോഡ് മാർക്ക് ചെയ്യണമെന്നും വീട്ടിൽ നിന്നും പുറത്തിറങ്ങുവാനുള്ള വഴി വരച്ചു തരണമെന്നും ആവശ്യപ്പെട്ട് വീട്ടുകാരോടൊപ്പം നാട്ടുകാർ മുഴുവനും പ്രതിഷേധിച്ചു. പ്രതിഷേധം ഉച്ചയ്ക്ക് 12 മണി വരെ നീണ്ടു. തുടർന്ന് പോലീസ് എത്തി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തു. പിന്നീട് ഇവരെ ജാമ്യത്തിൽ വിട്ടു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടച്ച് പ്രവൃത്തി നടത്തുന്നതിലും പ്രതിഷേധിച്ച് ബേവിഞ്ച മദ്രസ ഹാളിൽ കർമ്മസമിതി പ്രതിഷേധ സംഗമം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ കർമ്മസമിതി ചെയർമാൻ സത്താർ പള്ളിയാൻ അധ്യക്ഷത വഹിച്ചു. സംഗമത്തിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടുന്ന ജില്ല എന്ന നിലയിലുള്ള പ്രഥമ പരിഗണന സാമൂഹ്യനീതി വകുപ്പ് കാസർഗോഡിന് നൽകി വരുന്നുണ്ടെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നവീകരിച്ച ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷി മേഖലയിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ച് ചെറു ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും അവയ്ക്ക് വിപണനത്തിനാവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്യുന്ന ജില്ലയിലെ ഐലീഡ് പദ്ധതി വളരെ മാതൃകാപരമാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഭ്രൂണാവസ്ഥയിൽ തന്നെ കുട്ടികളുടെ പ്രശ്നങ്ങളും വൈകല്യങ്ങളും തിരിച്ചറിഞ്ഞ് പ്രാരംഭഘട്ടത്തിൽ തന്നെ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും ലഭ്യമാക്കിയിട്ടുണ്ടെന്നും കൂടുതൽ ഭിന്നശേഷിയുള്ളവർക്ക് വീട്ടിൽ നേരിട്ട് ചെന്ന് തെറാപ്പി ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഏറ്റവും പ്രയാസങ്ങളും സങ്കടങ്ങളും ഏറ്റുവാങ്ങുന്ന വിഭാഗങ്ങളുടെ സംരക്ഷണവും ശാക്തീകരണവും ഏറ്റവും നന്നായി നിറവേറ്റാനുള്ള ഉത്തരവാദിത്തമുള്ള വകുപ്പാണ് സാമൂഹ്യനീതി വകുപ്പ്. ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡേഴ്സ് തുടങ്ങി സമൂഹത്തിലെ അധികവൽകൃത വിഭാഗങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ പിന്തുണാ സംവിധാനങ്ങളും ഉറപ്പാക്കാൻ സാമൂഹ്യനീതി വകുപ്പ് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളിലൂടെ പരിശ്രമിക്കുന്നുണ്ട്. ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ K. മൊയ്തീൻ കുട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷി കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് MV ജയഡാളി സ്വാഗതവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. മനു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള NGO സംഘ് 40ാം കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. 2 ദിവസങ്ങളായി കാസർഗോഡ് കോപ്പറേറ്റീവ് ടൗൺ ബാങ്ക് സെന്റിനറി ഹാളിലായിരുന്നു സമ്മേളനം നടന്നത്. കേരള NGO സംഘ് 40ാം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് സമാപനം. കാസർഗോഡ് കോപ്പറേറ്റീവ് ടൗൺ ബാങ്ക് സെന്റിനറി ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി K. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരോടുള്ള ഇടതു സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ യോജിച്ച അനിശ്ചിതകാല പണിമുടക്ക് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ നമ്മുടെ അവകാശങ്ങൾക്കൊക്കെ കടക്കൽ കത്തിവെക്കുന്ന കാഴ്ച കണ്ട് കാഴ്ചക്കാരായി നിന്നുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ സർവീസ് സംഘടനകൾ, NGO യൂണിയൻ ആയാലും ജോയിന്റ് കൗൺസിൽ ആയാലും എല്ലാവരും അവരുടെ സ്തുതിപാഠകരായി മാത്രം മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവനക്കാരെ ദ്രോഹിക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുന്നിൽ മറ്റൊരു അനിശ്ചിതകാല പണിമുടക്ക് എന്നല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. NGO സംഘ് ജില്ലാ അധ്യക്ഷൻ K. രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ സെക്രട്ടറി KV ബാബു, KGO സംഘ് ജില്ലാ പ്രസിഡന്റ് രാജേന്ദ്ര K, കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ജില്ലാ പ്രസിഡന്റ് കുഞ്ഞിരാമൻ കേളോത്ത്, കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘ് ജില്ലാ സെക്രട്ടറി പുരുഷോത്തമൻ KV, ദേശീയ അധ്യാപക പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ T, KSTE സംഘ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജയകുമാർ M എന്നിവർ സംസാരിച്ചു. NGO സംഘ് ജില്ലാ സെക്രട്ടറി V. ശ്യാംപ്രസാദ് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി രഞ്ജീവ് രാഘവൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി ജില്ലാ പ്രസിഡന്റായി K. രഞ്ജിത്ത്, സെക്രട്ടറിയായി PC സുനിൽ, ഖജാൻജിയായി K. രവികുമാർ എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കുമ്പള മുഗ്രാലിൽ ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന ക്രെയിനിന്റെ പിന്നിൽ പിക്കപ്പ് വാൻ ഇടിച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട ബെദ്രയിലെ BM ഇബ്രാഹിമിന്റെ മകൻ നിയാസിന്റെ മരണം നാടിന്റെ വേദനയായി. മംഗളൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച വൈകിട്ടോടെയാണ് നിയാസ് മരണപ്പെട്ടത്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കുമ്പള മൊഗ്രാലിൽ ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന ക്രെയിനിന്റെ പിന്നിൽ പിക്കപ്പ് വാൻ ഇടിച്ച് അപകടമുണ്ടായത്. മൊഗ്രാലിൽ വെച്ച് ദേശീയപാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നിർത്തിയിട്ടിരുന്ന ക്രെയിനിന്റെ പിന്നിലേക്ക് നിയാസ് ഓടിച്ചു വന്ന പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിയാസിന്റെ 2 കാലുകളും വാനിൽ കുടുങ്ങുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വിവരമറിഞ്ഞ ഉടൻ തന്നെ കാസർഗോട്ട് നിന്ന് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സീനിയർ അഗ്നിരക്ഷാസേന ഓഫീസർ സണ്ണി ഇമ്മാനുവലിന്റെ നേതൃത്വത്തിൽ ഏകദേശം 3/4 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് വാനിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് നിയാസിനെ വാഹനത്തിൽ നിന്നും പുറത്തെടുത്തത്.
തുടർന്ന് നിയാസിനെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ ശനിയാഴ്ച വൈകിട്ടോടെ മരണം സംഭവിക്കുകയായിരുന്നു. നിയാസിൻ്റെ മരണം ബദിര നാടിനെ കണ്ണീരിലാഴ്ത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെ ഒറ്റയടിക്ക് തകർക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് UGCയുടെ കരട് നയരേഖ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയതെന്ന് AKGCT 67-ാം സംസ്ഥാന സമ്മേളനം. 2 ദിവസമായി കാസർഗോഡ് നടന്ന സമ്മേളനം സമാപിച്ചു. ട്രേഡ് യൂണിയൻ സമ്മേളനം LDF കൺവീനർ TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറലിസത്തെ മറികടക്കുവാനും സംസ്ഥാന അവകാശങ്ങൾ കവർന്നെടുക്കുവാനും സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം തകർക്കുവാനും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സമ്പൂർണ്ണമായി കുത്തകകൾക്ക് തീരെഴുതുവാനുമുള്ള പദ്ധതികളാണ് കരട് രേഖയിലുള്ളതെന്നും വ്യവസായ പ്രമുഖരെ VC-മാരായി നിയോഗിക്കാമെന്ന ശുപാർശ അത്യന്തം അപകടകരമാണെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രണത്തിലാക്കി കമ്പോളവൽക്കരണവും വർഗീയവൽക്കരണവും നടത്തുവാനുള്ള കേന്ദ്രത്തിൻ്റെ UGC കരട് രേഖ പിൻവലിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ജനറൽ സെക്രട്ടറി ഡോക്ടർ T മുഹമ്മദ് റഫീഖ് റിപ്പോർട്ടും ട്രഷറർ ഡോക്ടർ MK ഗീതാ നമ്പ്യാർ കണക്കും അവതരിപ്പിച്ചു. ഡോക്ടർ J കുമാർ, VR രാഹുൽ, ഡോക്ടർ KD സിജു, ഡോക്ടർ PV ഷിബു എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ PR പ്രിൻസ് ക്രെഡൻഷ്യൽ റിപ്പോർട്ടും ഡോക്ടർ MS മുരളി പ്രമേയവും അവതരിപ്പിച്ചു. ട്രേഡ് യൂണിയൻ സമ്മേളനം LDF കൺവീനർ TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കരാറടിസ്ഥാനത്തിലാണ് വർക്ക്. രാത്രിയും പകലും അവർ ജോലി ചെയ്യുകയാണ്. അങ്ങനെ ജോലി ചെയ്യുന്നവർ അവരുടെ ശേഷി എത്ര കാലം വരെ ഉപയോഗിക്കാൻ കഴിയും? ഇങ്ങനൊരു ഗൗരവമായ പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എല്ലാവരുടെയും ചിന്തയ്ക്ക് വിഷയമാകേണ്ടുന്ന ഒരു പ്രശ്നമാണിത്. ഇവിടെയാണ് ലേബർ കോഡ് നടപ്പിലാക്കുക വഴി തൊഴിൽ സമയം 12 മണിക്കൂർ, ഇപ്പോൾ 18 മണിക്കൂറാണ്. ആ 8 മണിക്കൂർ എന്നുള്ളത് 12 മണിക്കൂറാക്കി മാറ്റുന്നതിനു വേണ്ടി നിയമം വരികയാണ്. അതാണ് ലേബർ കോഡ്. NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV ശശിധരൻ, KSTA സംസ്ഥാന ട്രഷറർ AK ബീന, കോൺഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ഹരിലാൽ എന്നിവർ സംസാരിച്ചു. CT ശശി സ്വാഗതവും PV രഘുദാസ് നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി ഡോക്ടർ N മനോജിനെ പ്രസിഡന്റായും ഡോക്ടർ T മുഹമ്മദ് റഫീഖിനെ ജനറൽ സെക്രട്ടറിയായും ഡോക്ടർ KV മഞ്ജുളാദേവിയെ ട്രഷററായും സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആശാ വർക്കർമാരുടെ സമരത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആശമാർ തന്നെയാണെന്ന് TP രാമകൃഷ്ണൻ MLA. കാലിക്കറ്റ് സർവകലാശാലയിലെ ഗവർണറുടെ പ്രസംഗത്തിൽ ഇപ്പോൾ നിലപാടെടുക്കേണ്ട കാര്യമില്ലെന്നും ഭരണപരമായ കാര്യങ്ങളിൽ ഗവർണർ രാഷ്ട്രീയം കലർത്തുന്നുണ്ടോ എന്നാണ് അറിയേണ്ടതെന്നും TP രാമകൃഷ്ണൻ MLA കാസർഗോഡ് പറഞ്ഞു. ആശാ വർക്കർമാരുടെ സമരം ഇങ്ങനെ തുടരുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ആശാ വർക്കർമാരാണത് മനസ്സിലാക്കുന്നത്. ഇന്ത്യ ആകെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സ്റ്റേറ്റ് കേരളം തന്നെയാണ്. ഞാനിവിടെ അത് ഓരോ സ്റ്റേറ്റിലും കിട്ടുന്ന കണക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒഫീഷ്യലാണ്, ഔദ്യോഗികമായ കണക്കാണ്. ആശാ വർക്കർമാർക്ക് അനുകൂലമാണ് ഗവൺമെൻറ് വിളിച്ച ചർച്ചയിലും ഗവൺമെൻറ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആശാ വർക്കർമാരുടെ ഭാവി സംരക്ഷണത്തിനേക്കാൾ ഉപരിയായി രാഷ്ട്രീയമായ നീക്കങ്ങൾ ഈ സമരത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്കൊരു തീരുമാനമെടുത്ത് പുറത്തു വരാൻ കഴിയാത്തത്. അത് ആശാ വർക്കർമാർ തന്നെയാണ്. അത് ആശാ വർക്കർമാർ അവർക്ക് തന്നെ പരിശോധിക്കാൻ കഴിയും എത്ര ആശാ വർക്കർമാർ അവരുടെ അനുകൂലമുണ്ട്. മഹാഭൂരിപക്ഷം ആശാ വർക്കർമാരെയും ഇതിൻ്റെ കൂടെയല്ല. എന്നാൽ ആശാ വർക്കർമാരുടെ വരുമാനം വർദ്ധിപ്പിക്കത്തക്ക നിലയിലുള്ള നിലപാടാണ് ഗവൺമെൻറ് എടുക്കുന്നത്. ഇനി എത്ര തെറ്റായ രീതിയിലേക്ക് അവർ പോയി കഴിഞ്ഞാലും കേരളത്തിൽ ഇപ്പോൾ സമരത്തിലുള്ള ആശാ വർക്കർമാരും ഇല്ലാത്ത ആശാ വർക്കർമാരും കേരളത്തിലെ ആശാ വർക്കർമാർ എന്നുള്ള നിലയിൽ ഒന്നിച്ചുള്ള നിലപാടാണ് കേരള ഗവൺമെൻറ് സ്വീകരിക്കുക. അവിടെ സംരക്ഷണത്തിന് സഹായകരമായ എല്ലാ നടപടികളും ഗവൺമെൻറ് ഭാവിയിൽ സ്വീകരിക്കും. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ വരുമാനം മെച്ചപ്പെട്ടു വരുന്നുണ്ട്. അതിനനുസൃതമായി ഈ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഗണിക്കുന്ന കാര്യത്തിലും ഗവൺമെൻറ്റിന് എതിരഭിപ്രായമില്ല. കേന്ദ്ര ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. മധൂർ ശ്രീ മദനന്തീശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിന്റെ നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശാഭിഷേകവും മൂടപ്പ സേവയും മാർച്ച് 27 മുതൽ ഏപ്രിൽ 7 വരെ നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ധാർമ്മിക, വൈദിക, സാംസ്കാരിക പരിപാടികളും നടക്കും. ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
കാസർഗോഡ് ജില്ലയിലെ കുമ്പള സീമയിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നായ മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൻ്റെ നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശാഭിഷേകവും മൂടപ്പ സേവയും 27 മുതൽ ഏപ്രിൽ 7 വരെ തോട്ടകാചാര്യ പരമ്പരയിലെ സംപൂജ്യ ശ്രീ സച്ചിദാനന്ദ ഭാരതി ശ്രീ പാദങ്ങളവർ എടനീർമഠം ധർമ്മസ്ഥല ധർമാധികാരി സംപൂജ്യ പത്മവിഭൂഷൺ ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗ്ഡെ ഇവരുടെ ശുഭാശീർവാദത്തോടുകൂടി ബ്രഹ്മശ്രീ ദേരബൈലു ഡോക്ടർ ശിവപ്രസാദ് തന്ത്രിവര്യരുടെ നേതൃത്വത്തിൽ വിവിധ വൈദിക ധാർമ്മിക പരിപാടികളോടുകൂടി ആഘോഷപൂർവ്വം നടക്കും. 30 ഞായറാഴ്ച രാവിലെ 9:10 11 മണിക്കും മധ്യേ വരുന്ന രേവതി നക്ഷത്രം തൃതീയ ചരണം വൃഷഭ ലഗ്ന ശുഭമുഹൂർത്തത്തിൽ ശിഖര പ്രതിഷ്ഠ, ശിഖര കലശാഭിഷേകം, അഷ്ടബന്ധ പ്രതിഷ്ഠ എന്നിവ നടക്കും. 31 തിങ്കളാഴ്ച രാവിലെ 9:10 11 മണിക്കും മധ്യേ വരുന്ന വൃഷഭ ലഗ്ന ശുഭമുഹൂർത്തത്തിലാണ് ശ്രീധർമ്മശാസ്താവ് ദുർഗ സുബ്രഹ്മണ്യ വീരഭദ്ര പ്രതിഷ്ഠ കലശാഭിഷേകം നടക്കുക. ഏപ്രിൽ 5 ശനിയാഴ്ച 11 മണിക്കാണ് ശ്രീ മഹാഗണപതി ദേവന് മഹാമൂടപ്പ സമർപ്പണം, തുടർന്ന് ശയ്യാകൽപ്പന, കവാടബന്ധനം എന്നിവ നടക്കുക. ഏപ്രിൽ 6 ഞായറാഴ്ച രാവിലെ 6:20 കവാടോദ്ഘാടനം ഉണ്ണിയപ്പ പർവ്വതത്തിൻ്റെ മധ്യത്തിൽ നിന്നും ബൊഡ്ഡജ് ശ്രീ മധുർ സിദ്ധിവിനായക ദേവൻ്റെ ദിവ്യ ദർശനം, വിശേഷാഭിഷേകം, പ്രസന്ന പൂജ, അപ്പപ്രസാദ വിതരണം എന്നിവ നടക്കും. ഉത്സവത്തിനായി ഏറ്റവും മികച്ച ക്രമീകരണമാണ് നടത്തിയിരിക്കുന്നതെന്നും മികച്ച സൗകര്യങ്ങളാണ് ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. എല്ലാ ദിവസങ്ങളിലും കലവറ എല്ലാ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിലൊക്കെ കലവറ അവിടത്തേക്ക് വരാൻ ഉണ്ട്. അതുപോലെ തന്നെ 30-ാം തീയതിയാണ് ബ്രഹ്മകലശം നടക്കുന്നത്. 30-ാം തീയതിയും 31-ാം തീയതിയും ഈ പ്രതിഷ്ഠാ കാര്യങ്ങൾ നടക്കും. അതുപോലെ തന്നെ 5-ാം തീയതി മൂടപ്പ സേവ നടക്കും. 5-ാം തീയതി മൂടപ്പ സേവ നടത്തി ഗണപതിയുടെ നട അടിച്ചാൽ പിറ്റേ ദിവസം രാവിലെ 6 മണിക്കാണ് നട തുറക്കുന്നത്. അതിനുശേഷമാണ് പ്രസാദം കൊടുക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും ഭംഗിയുള്ള രീതിയിലും ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം ഒരു നേരത്തെ ഭക്ഷണം 50,000 ആൾക്കാരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ബ്രഹ്മകലശ ദിവസം അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വരാനാണ് സാധ്യത. ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ കെ ഗിരീഷ്, രാജീവൻ നമ്പ്യാർ, കെ നാരായണയ്യ, TS കാർത്തിക് രാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. SYS ജില്ലാ ടേബിൾ ടോക്കും എക്സിക്യൂട്ടീവ് ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു. കാസർഗോഡ് സിറ്റി ടവറിൽ സംഘടിപ്പിച്ച പരിപാടി സമസ്ത മദ്രസ മാനേജ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് MS തങ്ങൾ മദനി ഓലമുണ്ട ഉദ്ഘാടനം ചെയ്തു. റമളാൻ സഹനം സമർപ്പണം എന്ന പ്രമേയത്തിൽ സുന്നി യുവജന സംഘം സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന റമളാൻ ക്യാമ്പയിൻ്റെ ഭാഗമായി SYS കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായുള്ള ടേബിൾ ടോക്കും എക്സിക്യൂട്ടീവ് ഇഫ്താർ മീറ്റും കാസർഗോഡ് സിറ്റി ടവറിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ നടന്നു. സംഗമം സമസ്ത മദ്രസ മാനേജ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് MS തങ്ങൾ മദനി ഓലമുണ്ട ഉദ്ഘാടനം ചെയ്തു. അവന്റെ കുടുംബത്തിനെ പറ്റ ഇങ്ങനെയുള്ള ദുലക്ഷ്യത്തോടുകൂടി നീങ്ങുന്ന ഈ അവസ്ഥയിലും നാം ശരിക്കും കഴിയാനുള്ള ഇന്ന് നമുക്ക് അൽഹംദുലില്ലാഹ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിട്ട് നമുക്ക് ശക്തമായ നിലയിൽ നമുക്ക് നേരിടാൻ പറ്റും. കാരണം ഇന്ന് മദ്രസ മാനേജ്മെന്റ് വളരെ ശക്തമായ നിലയിൽ തന്നെ പ്രവർത്തിക്കുന്നു. അതുപോലെ സംഘവും പ്രവർത്തിക്കുന്നുണ്ട്, SMF പ്രവർത്തിക്കുന്നുണ്ട്, SKS എല്ലാം ഉണ്ട്. ഇല്ലാത്ത ഒരു കുറവും ഇല്ല. പക്ഷേ ഒന്ന് ഏകോപിച്ചുകൊണ്ട് എല്ലാവരും കൂടിയിട്ട് ഇതിന്റെ ഉന്നതരായ തലപ്പത്തിരിക്കുന്ന കക്ഷികളെ ചേർത്ത് പൊടിച്ചിട്ട് നമുക്ക് ഇതിൽ എങ്ങനെ പ്രതികരിക്കാൻ പറ്റും അത് ആലോചിക്കണം. SYS ജില്ലാ പ്രസിഡന്റ് PS ഇബ്രാഹിം ഫൈസി പള്ളങ്കോട് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഹംസ ഹാജി പള്ളിപ്പുഴ ആമുഖ ഭാഷണവും സമസ്ത ജില്ലാ സെക്രട്ടറി സിദ്ദിഖ് നദവി ചേരൂർ പ്രാർത്ഥനയും നിർവഹിച്ചു. ജമിയത്തുൽ കുതുബ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ മജീദ് ബാക്കവി തളങ്കര അനുഗ്രഹ ഭാഷണവും അൻവർ അലി ഹുദവി മലപ്പുറം വിഷയാവതരണവും നടത്തി.
സെയ്ദ് യാസർ തങ്ങൾ, ജമലുല്ലൈലി, MLA മാരായ NA നെല്ലിക്കുന്ന്, CH കുഞ്ഞമ്പു, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മുനീർ ഹാജി കമ്പാർ, K അബ്ദുല്ലക്കുഞ്ഞി ചെർക്കള, അസീസ് കടപ്പുറം, മാഹിൻ കേളോട്ട്, അഷ്റഫ് എടനീർ, മൂസാബി ചെർക്കള, വിവിധ സംഘടനാ പ്രതിനിധികളായ TA ഷാഫി, MH മെഹമൂദ് ഹാജി, ഇർഷാദ് ഹുദവി ബെദിര, AA സിറാജ്, SYS ജില്ലാ ഭാരവാഹികളായ മുബാറക് ഹസൈനാർ ഹാജി, സിദ്ദിഖ് ഹസരി പാത്തൂർ, റഷീദ് വെളിഞ്ചം തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇന്ത്യൻ നാഷണൽ ലീഗ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയും ഇന്ത്യൻ മൈനോറിറ്റി കൾച്ചറൽ സെന്റർ IMCC ദുബായ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി പരിശുദ്ധ റമളാനിൽ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന ചടങ്ങിൽ INL സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം N ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത് മുനിസിപ്പൽ പരിധിയിലെ 400-ൽ പരം കുടുംബങ്ങളിലേക്ക് റമളാൻ റിലീഫ് കിറ്റ് വിതരണം നടത്തി. വിവിധ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ കിറ്റുകൾ ഏറ്റുവാങ്ങി. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന ചടങ്ങിൽ INL സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം N ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് റസാഖ് പുഴക്കര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. INL ജില്ലാ ട്രഷറർ VK ഹനീഫ ഹാജി, വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ അരിഞ്ചിറ, ജോയിന്റ് സെക്രട്ടറി മമ്മു കോട്ടപ്പുറം, മണ്ഡലം ജനറൽ സെക്രട്ടറി AG ബഷീർ, AC ഷാഹുൽ ഹമീദ്, TP മുഹമ്മദ് കുഞ്ഞി, KP ഹംസ, M അബൂബക്കർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. KMCC ചൗക്കി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് സംഘടിപ്പിച്ചു. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. KMCC ചൗക്കി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചൗക്കിയിൽ വെച്ച് നടന്ന റംസാൻ റിലീഫ് പരിപാടി കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് ചൗക്കി ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി ഭാരവാഹികൾക്ക് റംസാൻ റിലീഫ് കൈമാറി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ചൗക്കി ശാഖ പ്രസിഡന്റ് അഷ്റഫ് കുളങ്ങര അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ KB കുഞ്ഞാമു ഹാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ ചേരങ്കൈ, ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ബേക്കൽ, ഏരിയാൽ മുഹമ്മദ് കുഞ്ഞി, മഹമ്മൂദ് കുളങ്ങര, ഹമീദ് SH, GCC KMCC മേഖലാ ട്രഷറർ ഷുക്കൂർ മുക്രി, അബ്ദുള്ള കോട്ടക്കുന്ന്, അബൂബക്കർ മുക്രി, സുലൈമാൻ തോരവളപ്പ്, ഗഫൂർ അക്കരക്കുന്ന്, സലാം കുഞ്ഞാലി എന്നിവർ സംബന്ധിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി കരീം ചൗക്കി സ്വാഗതവും ചൗക്കി ശാഖ ജനറൽ സെക്രട്ടറി സുലൈമാൻ ചൗക്കി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. JCI വിദ്യാനഗർ നായന്മാർ മൂല താൽറോപ്പ് ടെക്കീസ് പാർക്കിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ബദരിയ ഉദ്ഘാടനം ചെയ്തു. JCI വിദ്യാനഗർ നായന്മാർ മൂല താൽറോപ്പ് ടെക്കീസ് പാർക്കിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ബദരിയ ഉദ്ഘാടനം ചെയ്തു. അവർ കഷ്ടം കുറിച്ച് അറിയാം. നമ്മുടെ മക്കളെ 22-25 വയസ്സായ മക്കളെ കൊണ്ട് വീട്ടിൽ പണിയെടുപ്പിക്കാതെ അവരെ ഡ്രസ്സ് നമ്മൾ അലക്കി കൊടുക്കുന്ന മാതാപിതാക്കന്മാർ അന്ന് പിരിസംബന്ധിക്കുന്നതാണ്. കാളിത്തം കൊണ്ട് എൻ്റെ മകനും വായിക്കൊണ്ടാകും. അതല്ല, അവർക്ക് സ്വന്തമായി അവരെ ഡ്രസ്സ് അലക്കാൻ പഠിപ്പിക്കണം. ശുചിത്വം എന്ത്, വൃത്തി എന്തെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ക്ലീൻ ചെയ്യാൻ, വീടിൻ്റെ അകത്ത് ചൂടെടുത്ത് അടിക്കാൻ പഠിപ്പിക്കണം. അവരുടെ റൂം വൃത്തിയാക്കാൻ പഠിപ്പിക്കണം. അങ്ങനെ മക്കൾ നമ്മൾ നിരീക്ഷിച്ചു വരും. JCI വിദ്യാനഗർ പ്രസിഡന്റ് റാഷിദ് KH അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഡയറക്ടർ അനസ് ഡയമണ്ട് സ്വാഗതം പറഞ്ഞു. JCI ഇന്ത്യ സോൺ 19 വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ജബ്രൂദ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. മുൻ DYSP അബ്ദുൽ റഹീം പ്രത്യേക റമദാൻ സന്ദേശം നൽകി. എക്സൈസ് ഓഫീസർ കണ്ണൻ, ഇല്യാസ് AA, സെക്രട്ടറി അനീഷ് R, ട്രഷറർ സക്കീന ബാനു, മുഹമ്മദ് മുസ്തഫ, അസ്മ ഉസ്മാൻ, ഷബാന H, ദിവ്യ സുനിൽ, രാകേഷ് നോബിൾ, ശരണ്യ നാരായണൻ, ശ്രീമ P, ഭവേഷ് കുമാർ, മുഹമ്മദ് സാബിഖ്, സുലൈമാൻ C, മുഹമ്മദ് ഷമീം, ഇർഷാദ് KH, ശ്രുതി അനീഷ്, അഡ്വക്കേറ്റ് ഫർസാന, അബ്ദുൽ മുനീർ, ബദറുദ്ദീൻ, ഇബ്രാഹിം SA എന്നിവർ സംസാരിച്ചു. സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം പകർന്നും മാനവ സ്നേഹത്തിന്റെ മാതൃക പകർന്നും കർഷകശ്രീ മിൽക്ക് ഇഫ്താർ സംഗമം. എതിർത്തോട് ജുമാ മസ്ജിദിന് സമീപം നടന്ന ഇഫ്താർ സംഗമത്തിൽ ജാതിമത ഭേദമന്യേ 1000-ലധികം പേർ പങ്കെടുത്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP സംഗമം ഉദ്ഘാടനം ചെയ്തു. കർഷകശ്രീ മിൽക്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമവും സമൂഹ നോമ്പുതുറയും മതസൗഹാർദ്ദത്തിന്റെ മനസ്സ് നിറയ്ക്കുന്ന വേദിയായി മാറി. എതിർത്തോട് ജുമാ മസ്ജിദിന് സമീപം നടന്ന ഇഫ്താർ സംഗമത്തിൽ മതപ്രതിനിധികളും പണ്ഡിതരും പൗരപ്രമുഖരും മതമൈത്രിയുടെയും പരസ്പര ബഹുമാനത്തിൻ്റെയും സന്ദേശം പകർന്നു നൽകി. പ്രൗഢമായ ചടങ്ങിൽ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു.
എതിർത്തോട് ജമാഅത്ത് സെക്രട്ടറി ഇ അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. കർഷകശ്രീ ഡയറക്ടർ ഇ അബ്ദുല്ല കുഞ്ഞി സ്വാഗതം പറഞ്ഞു. ഖതീബ് അബ്ദുൽ നാസർ യമാനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മാഹിൻ കേളോട്ട്, KB മുഹമ്മദ് കുഞ്ഞി മുളിയാർ, ഫാദർ ജോർജ് വർഗീസ്, അബ്ദുൽ മജീദ് ബാക്കഫി, ജാബിർ ഹുദവി ചാനടുക്കം, അഹമ്മദ് ഷെരീഫ്, MS ഷുക്കൂർ, ബേർക്ക അബ്ദുല്ല കുഞ്ഞി ഹാജി, BA റസാഖ് പൈക്ക, ഉമേഷ് എടനീർ, KV ബാലകൃഷ്ണൻ, ഹനീഫ അൽ അമീൻ, ഹുസൈൻ ബേർക്ക, അബ്ദുല്ല കുഞ്ഞി ചെർക്കള, സലിം എടനീർ തുടങ്ങി നിരവധി പേർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം പകർന്നും മാനവ സ്നേഹത്തിൻ്റെ മാതൃക പകർന്നും നടന്ന ഇഫ്താർ സംഗമത്തിൽ ജാതിമത ഭേദമന്യേ 1000-ലധികം പേർ പങ്കെടുത്തു. ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ഈ സൗഹൃദോത്സവത്തിൻ്റെ ഭാഗമാകുവാൻ നാടൊന്നാകെ എതിർത്തോട് ജുമാ മസ്ജിദിന് സമീപത്തേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ജാതിയുടെയോ മതത്തിൻ്റെയോ അതിർവരമ്പുകളില്ലാതെ 1000-ലധികം പേർ സ്നേഹവും സൗഹൃദവും പങ്കിട്ടു. വിവിധ വിഭവങ്ങളും പഴങ്ങളും പാനീയങ്ങളും ഉൾപ്പെടെ രുചി സമൃദ്ധമായിരുന്നു നോമ്പുതുറ വേദി. ഇഫ്താർ സംഗമത്തിനെത്തിയ ഓരോരുത്തർക്കും ഭക്ഷണ കിറ്റുകളും വിതരണം ചെയ്തു. ജനപങ്കാളിത്തം കൊണ്ട് കാസർഗോട്ട് നടന്ന ഏറ്റവും വലിയ നോമ്പുതുറയായി കർഷകശ്രീ സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം വോർക്കാടി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഇഫ്താർ സംഗമം നടത്തി. പ്രൊഫസർ രമേശ് ബാരിക്കാടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം മതസൗഹാർദ്ദത്തിന്റെ മനോഹര വേദിയായി മാറി. മഞ്ചേശ്വരം വോർക്കാടി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പ്രൊഫസർ രമേശ് ബാരിക്കാടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം മതസൗഹാർദ്ദത്തിന്റെ മനോഹര വേദിയായി മാറി. നന്മ, സഹിഷ്ണുത, സഹകരണം എന്നിവയുടെ പ്രാധാന്യം മുന്നോട്ട് വെച്ച് നടത്തിയ ഈ സംഗമം വിവിധ മതവിശ്വാസങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഇടയിൽ സമാധാനം ഉറപ്പിക്കണമെന്ന സന്ദേശം പകർന്നു നൽകി. ചടങ്ങിൽ വോർക്കാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാരതി എസ്, വൈസ് പ്രസിഡന്റ് അബൂബക്കർ പാടി, വാർഡ് മെമ്പർ ഇബ്രാഹിം, ഷംസുദ്ദീൻ തങ്ങൾ, നൌഷാദ്, റഫീഖ്, ഡോക്ടർ സഫിയ, പ്രൊഫസർ ഫെയ്സ് TK തുടങ്ങിയവർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മതനേതാക്കൾ, സാമൂഹിക പ്രവർത്തകർ, പൗരപ്രമുഖർ എന്നിവർ പങ്കെടുത്തു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കുമ്പള റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് 2 ആഴ്ചയോളമായി അവശനിലയിൽ കാണപ്പെട്ട മൈസൂർ സ്വദേശി അൽതാഫിനെ മഞ്ചേശ്വരം സ്നേഹാലയത്തിലേക്ക് മാറ്റി. കുമ്പളയിലെ ഓട്ടോ തൊഴിലാളികളാണ് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അൽതാഫിനെ സ്നേഹാലയത്തിലേക്ക് മാറ്റിയത്. കഴിഞ്ഞ 2 ആഴ്ചയോളമായി കുമ്പള റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അവശനിലയിൽ കാണപ്പെട്ട മൈസൂർ സ്വദേശി അൽതാഫിനെ കുമ്പള ഓട്ടോ തൊഴിലാളികൾ ചേർന്ന് മഞ്ചേശ്വരം സ്നേഹാലയത്തിൽ കൊണ്ടുവിട്ടു. കഴിഞ്ഞ ദിവസം രാവിലെ ഇദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ തട്ടിവീഴുകയും കാലിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തൊഴിലാളികളായ അലി ആരിക്കാടി, ഖാലിദ് കുമ്പള, അലിഭായ് എന്നിവർ ചേർന്ന് കുമ്പള ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിക്കുകയും വേണ്ട ചികിത്സ നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് സ്നേഹാലയത്തിലേക്ക് കൈമാറുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശ്രീക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമവികസന പദ്ധതിയുടെ ഭാഗമായി ബദിയടുക്ക നാരമ്പാടി ശ്രീ ഉമാമഹേശ്വര ക്ഷേത്ര നവീകരണത്തിനായി 2 ലക്ഷം രൂപ അനുവദിച്ചു. ജനജാഗ്രതി വേദി പ്രസിഡന്റ് അഖിലേഷ് നഗുമുഖം ക്ഷേത്ര കമ്മിറ്റിക്ക് തുക കൈമാറി. ശ്രീക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമവികസന പദ്ധതി ബദിയടുക്ക സോണിലെ നാരമ്പാടി ശ്രീ ഉമാമഹേശ്വര ക്ഷേത്ര കമ്മിറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം ക്ഷേത്ര നവീകരണത്തിനായി ധർമ്മസ്ഥലയിൽ നിന്ന് അനുവദിച്ച 2 ലക്ഷം രൂപയുടെ DD അഖില കർണാടക ജനജാഗ്രതി വേദി പ്രസിഡന്റ് അഖിലേഷ് നഗുമുഖം ക്ഷേത്ര കമ്മിറ്റിക്ക് കൈമാറി. ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏതാണ്ട് 1981 മുതൽ ഇവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളുടെ സഹകരണത്തിൽ ഈ പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിച്ചു. അതുപോലെ തന്നെ ധർമ്മസ്ഥല നമ്മുടെ ധർമാധികാരി ഡോക്ടർ പൂജ്യ വീരേന്ദ്ര ഹെഗഡെ അവർക്ക് നമ്മൾ ഇവിടുത്തെ ഒരു മെമ്മറാണ്ടം സമർപ്പിച്ചു. അതിൻ്റെ മഹാപ്രസാദത്തിൻ്റെ രൂപമായി 2 ലക്ഷം രൂപ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ സഹകരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും, കമ്മിറ്റിൻ്റെ ഭാരവാഹികൾക്കും, പിന്നെ മെമ്പർമാർക്കും, അതുപോലെ തന്നെ എല്ലാ ഇവിടുത്തെ പ്രവർത്തകന്മാർക്ക് ക്ഷേത്രത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് വാക്ക് വെച്ചിരിക്കുന്നു. ജനജാഗ്രതി വേദി കാറടുക്ക സോൺ പ്രസിഡന്റ് സഞ്ജീവ ഷെട്ടി മൊട്ടേക്കുഞ്ച, ബദിയടുക്ക സോൺ സൂപ്പർവൈസർ ഗോപാലകൃഷ്ണ, ജനജാഗ്രതി വേദി അംഗങ്ങളായ ഹരീഷ് ഗോസാഡ, ജയറാം പാട്ടാളി, സുധാകർ നവശക്തി, ക്ഷേത്ര കമ്മിറ്റിയിലെ സുബ്രഹ്മണ്യ ഭട്ട് തലേക്ക, സീതാരാമ, ഹരിനാരായണ ശിരന്തടുക്ക, സന്തോഷ് കുമാർ, ഗോപാലകൃഷ്ണ, സത്യനാരായണ ഭട്ട്,
ബാലകൃഷ്ണ മാസ്റ്റർ, ഉദയ നാരമ്പാടി, ദയാനന്ദ്, ദേവരാജ്, രമേശ്, കൃഷ്ണ, സതീഷ് രാജ്, സേവാ പ്രതിനിധി കമലാക്ഷി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉപ്പള ഗോട്ട് FC ചെക്ക് പോസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പ്രസന്നൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഉപ്പള ഗോട്ട് FC ചെക്ക് പോസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പ്രസന്നൻ ഉദ്ഘാടനം നിർവഹിച്ചു. വ്രതം എന്നത് ആത്മീയമായ ശുദ്ധീകരണ പ്രക്രിയയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം കൂടിയിരുത്തലുകളിലൂടെ സ്നേഹവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുമെന്നും ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ ഇത്തരം കൂട്ടായ്മകൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് നിർബന്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മളുടെ വ്യക്തിജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില അച്ചടക്കം അത് നമ്മൾക്ക് കിട്ടാതെ വരികയും അത് ലക്ഷ്യബോധമില്ലാത്ത ഒരു യുവതയെ സൃഷ്ടിച്ചുകൊണ്ട് അവർ പലപ്പോഴും ലഹരി പോലുള്ള പദാർത്ഥങ്ങളിൽ അടിമപ്പെട്ട് പോകുന്നൊരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് വളരെ ഗൗരവപരമായിട്ട് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഈ ഇഫ്താർ വിരുന്നുമായി ബന്ധപ്പെട്ട് പങ്കെടുത്ത എല്ലാ യുവാക്കളും ഈ കാര്യങ്ങളെ ഇത് ലഹരി ഇത് നമ്മുടെ ശത്രുവാണെന്നും നമ്മുടെ സഹോദരങ്ങളോടും നമ്മളോട് സഹകരിക്കുന്നവരോടും ഇതിനൊരു കാരണവശാലും അടിമപ്പെടാൻ പാടില്ല. ഇതൊരിക്കലെങ്കിലും ഇതിൻ്റെ വഴിയെ പോയാൽ നമുക്ക് നമ്മളെ മാത്രമല്ല നഷ്ടമാകുന്നത്, നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയും ബാപ്പയും മാത്രമല്ല നഷ്ടമാകുന്നത്, ഈ സമൂഹത്തിന് തന്നെ നമ്മളെ നഷ്ടമാകുന്നു എന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രതിജ്ഞ കൂടി എടുത്തുകൊണ്ട് വേണം ഇവിടെ നിന്ന് തിരിയാൻ. ഗോട്ട് FC പ്രസിഡന്റ് താജു ഉപ്പള ഗേറ്റ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗോൾഡൻ റഹ്മാൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹനീഫ് PK, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹമീദ് ഹൊസങ്കടി, STPI മണ്ഡലം പ്രസിഡന്റ് ഷെരീഫ് പാവൂർ, ഷബീർ പൊസോട്ട്, അനസ് ഉപ്പള എന്നിവർ സംഗമത്തിൽ അതിഥികളായി പങ്കെടുത്തു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത നിർമ്മാണം ചെങ്കള ബേവിഞ്ച നിവാസികളുടെ ആവശ്യങ്ങൾക്കു നേരെ അധികൃതർ കണ്ണടയ്ക്കുന്നതായി പരാതി. നവീകരിച്ച ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് ഉദ്ഘാടനം നടന്നു. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി നടന്ന കേരള NGO സംഘ് 40ാം കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. ബെദിരയിലെ നിയാസിന്റെ മരണം നാടിന്റെ വേദനയായി. ട്രെയിനിന്റെ പിന്നിൽ പിക്കപ്പ് വാൻ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് നിയാസ് മരണപ്പെട്ടത്. മധൂർ ക്ഷേത്രത്തിന്റെ നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശാഭിഷേകവും മൂടപ്പ സേവയും 27 മുതൽ ഏപ്രിൽ 7 വരെ. ഉത്സവത്തിനായി നടത്തിയിരിക്കുന്നത് വിപുലമായ ഒരുക്കങ്ങൾ. AKGCT 67ാം സംസ്ഥാന സമ്മേളനം സമാപിച്ചു. ട്രേഡ് യൂണിയൻ സമ്മേളനം LDF കൺവീനർ TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.